ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് 2024 ഹാഫ് ഇയർലി എക്സാം 2024 നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഹാഫ് ഇയർലി എക്സാമിന് ഒരു മോഡൽ ചോദ്യപേപ്പറായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിയടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഇവിടെ ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം ഏതാണ്? മണിച്ച് ഓതേണ്ട അക്ഷരം ഷദ്ദുള്ള മീമും നൂനാണെന്ന് നമുക്കറിയാലേ. അപ്പോൾ നമുക്കിവിടെ മീമ് എന്നത് ടിക്ക് ചെയ്യാം. ഷദ്ദുള്ള മീമാണ്. ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരങ്ങൾ ഷദ്ദുള്ള മീമും നൂനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്തതാ, തൻവീനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. തൻവീനെ വ്യക്തമാക്കണമെങ്കിൽ ഇൽഹാർ ആവണം. തൻവീൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായ അംസ, ഹ, ഐന്, ഒയിന്, ഹ, ഹ ഇതിലേതെങ്കിലും അക്ഷരങ്ങൾ വരണം. അപ്പോൾ ഇവിടെ തൻവീൻ്റെ ശേഷം വന്നത് ഇതാ. തൻവീന് ശേഷം അംസ വന്നു, അദാബുൻ അലി. അപ്പോൾ ഇതാണ് ഇവിടെ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടത്. ഇൽഹാറിന് ഉദാഹരണം മനസ്സിലാക്കുക. ഇവിടെ തൻവീന് ശേഷം മീമ് ഇദാമ്, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ മനസ്സിലാക്കുക. ഇനി അടുത്തതാ, സാക്കിനായ നൂനിനെ ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ഇവിടെ ഉദാഹരണങ്ങൾ തന്നത് ഒക്കെ തൻവീനിൻ്റെതാണ് വന്നത്. അപ്പോൾ നമുക്കെന്ത് ചോദ്യത്തിൽ ഒരു ചേഞ്ച് വരുത്താം. അപ്പോൾ ഇത് അച്ചടിയിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇവിടെ തൻവീനിനെ ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം എപ്പോഴെന്നാണ്. അപ്പം എന്താണ്? തൻവീനു ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരങ്ങളായ നൂന്, മീമ്, വാവ്, യാ ഇത് ഏതെങ്കിലും വേണം. അപ്പോൾ അത് ഏതാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഹൈറയ്യറ, തൻവീനു ശേഷം യാ വന്നാണ് ഹൈറയ്യറ എന്നത്. അപ്പോൾ തൻവീനെ ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം ഇതാണ്, ഹൈറയ്യറ എന്നതാണ്. അപ്പോൾ മനസ്സിലാക്കാം. ഇവിടെ സാക്കിനായ നൂന് വന്ന ഓപ്ഷനിലൊക്കെ തൻവീനാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചോദ്യം മാറ്റിയത്. അച്ചടിയിൽ വന്ന മിസ്റ്റേക്ക് ആക്കിക്കോ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ പറയുന്നതിലും എനിക്കും വല്ല മിസ്റ്റേക്കും വരാം. ഇപ്പോൾ ഇവിടെ സാക്കിനായ നൂന് എന്ന് അച്ചടിയിൽ മിസ്റ്റേക്ക് വന്നതുപോലെ സാക്കിനായ മീമ്, സാക്കിനായ നൂന്, തൻവീന് എന്നൊക്കെ പറയുന്നതിലും ഏതെങ്കിലും അക്ഷരങ്ങൾ പറയുന്നതിലൊക്കെ മിസ്റ്റേക്കുകൾ വരാം. നമ്മൾ വിചാരിക്കുന്നതും പറയുന്നതും മാറിപ്പോവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ എന്നിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് അറിയിച്ചാലും മതി. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ മാറ്റി ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് എന്താണ്? ഖുർആനിൽ നിന്ന് ആദ്യം അവതരിച്ച 5 ആയത്ത് ഏത് സൂറത്തിൽ നിന്നാണെന്നാണ്. സൂറത്തുൽ അലക്കിലെ ഇഖ്റ മുതൽ മാലം യാലം, ഇഖ്റ ബിസ്മി മുതൽ മാലം യാലം വരെയാണ്. അതാണ് ഖുർആനിൽ നിന്ന് ആദ്യം അവതരിച്ച 5 ആയത്തുകൾ. അടുത്തത്, തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗമാണെന്ത്? ഉന്നത്ത്. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. അടുത്തതാ, ഫാത്തുമ ഉന്ന ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം. മണിച്ച് ഓതേണ്ടത് 2 അക്ഷരങ്ങളെയാണ്, മീമും നൂനും. മണിച്ചോതേണ്ട അക്ഷരങ്ങൾ ഷദ്ദുള്ള മീമും നൂനും ഉണ്ട്. അപ്പോൾ ഇവിടെ 1, 2, 3 അങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്കതിവിടെ 2 എന്നത് ശരിയടയാളപ്പെടുത്താം. 2 എന്നത് ഷദ്ദുള്ള മീമും നൂനും ആണ്. അടുത്തതാ, സാക്കിനായ നൂനിനും തൻവീനിനും ഉള്ള നിയമം. സാക്കിനായ നൂനിനും തൻവീനിനും ഉള്ള നിയമങ്ങൾ 5ആണ്. ഇൽഹാർ, ഇദ്ഗാം ബിഉന്ന, ഇദ്ഗാം ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ എന്നിങ്ങനെയാണ് സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങൾ. അടുത്തത്, സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്ത് ഓതണം. നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഹംസ, ഹ, ഐന്, ഒയിന്, ഹ, ഹ ഇവിടെ മിൻ ഇസ്ലീൻ. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. മിൻ ഇസ്ലീൻ. നൂനിന് ശേഷം ഒയിന് വന്നു. ഇവിടെ ലാമ്, ഇദ്ഗാം ബിലാ ഉന്ന, ബാ, ഇഖ്ലാബ്. അടുത്തത്, ഖുർആനിൽ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം 10 പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിലൊക്കെ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ
ഇതുപോലെ മറ്റ് ചോദ്യപേപ്പറൊക്കെ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം. ഇനി എന്താണ്? സാക്കിനായ നൂനിനെ ഇദാമും ബ്യൂന്ന ചെയ്ത് ഓതണം. ഇദാമും ബ്യൂന്ന ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷരങ്ങൾ നൂന്, വാവ്, മീമ്, യാ. സാക്കിനായ നൂനിന് ശേഷം ഇവിടെ നൂനിന് ശേഷം യാ. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. ഇവിടെ ഹ ഇൽഹാറിൻ്റെ അക്ഷരമാണ്. കാഫ് ഇഹ്ഫായിൻ്റെ അക്ഷരമാണ്. മനസ്സിലാക്കാം. ഇനി ചേരുമ്പടി ചേർക്കാനാണ്. എന്താ വന്നത്? ഇൽഹാറു നൂനി സാക്കിന. സാക്കിനായ നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നത് വമിൻ ഖൽഫിഹിം. അപ്പോൾ നമുക്കതിൻ്റെ ബി എഴുതാം. അടുത്തതാ ഇദ്ആമു നൂനി സാക്കിന. സാക്കിനായ നൂനിന് ശേഷം ഇദ്ആമിൻ്റെ അക്ഷരങ്ങൾ എവിടെ വന്നത്? മിം വലി. നൂനിന് ശേഷം വാവ് വന്നു. അപ്പോൾ നമുക്കവിടെ സി കൊടുക്കാം. അടുത്തതാ ഇൽഹാറു തൻവീൻ. തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം. തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നത് കുഫുവൻ അഹദ്. തൻവീനിന് ശേഷം ഹംസ വന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഇ എഴുതി കൊടുക്കാം. അടുത്തതാ ഇദ്ആമു തൻവീൻ. തൻവീനിന് ശേഷം ഇദ്ആമിൻ്റെ അക്ഷരം വന്നത്. തൻവീനിന് ശേഷം യൗമൻ യജ്അൽ. അപ്പോൾ നമുക്കതിൻ്റെ എ കൊടുക്കാം. തൻവീനിന് ശേഷം യാ വന്നു. അടുത്തതാ ഉന്നത്തുന്നൂന്. ഉന്നത്തുന്നൂന് ലയല് റിമുന്നഹ. ന ശദ്ദുള്ള നൂന്. അപ്പോൾ ഇതിൻ്റെ ഡി എഴുതി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൽഹാറും ഇദാമും മാത്രമാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരുന്നത് അധിക ചോദ്യപേപ്പറിലും ഒരുപോലെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാ പൂരിപ്പിക്കാനാണ്. മയ്യഷാഉ എന്നതിൽ നൂനിനെ എന്ത് ചെയ്യണം? നൂനിന് ശേഷം യാ വന്നു. അപ്പം ഇദ്ആം ചെയ്തു ഓതണം. മയ്യഷാഉ എന്നതിൽ നൂനിനെ ഇദ്ആമും ബ്യൂന്ന ചെയ്ത് ഓതണം. ഇദ്ആം ബ്യൂന്നയുടെ അക്ഷരമാണ്. നൂനിന് ശേഷം യാ, ഇദ്ആം ബ്യൂന്നയുടെ അക്ഷരമായ യാ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഇദ്ആം ബ്യൂന്ന ചെയ്ത് ഓതണം എന്ന് എഴുതാം. അടുത്തതാ വാസ്യോൻ അലീം എന്നതിൽ ഡാഷിനെ ഇൽഹാർ ചെയ്ത് ഓതണം. ഏതിനാണ്? തൻവീനിന് ശേഷം ഐന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൻവീനിനെ ഇൽഹാർ ചെയ്ത് ഓതണം. തൻവീനിനെ ഇൽഹാർ ചെയ്ത് ഓതണം എന്ന് എഴുതാം. അടുത്തതോ മുഹമ്മദുൻ എന്നതിൽ ഷദ്ദുള്ള മീമിനെ എന്ത് ചെയ്യണം? ഉന്നത്ത് ചെയ്ത് ഓതണം. ഷദ്ദുള്ള മീമിനെ ഉന്നത്ത് ചെയ്ത് ഓതണം. അടുത്തതോ ലിമൻ ഹഷിയ റബ്ബഹു. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം ഹ. അപ്പോൾ എന്താക്കണം? എന്നതിലെ നൂനിനെ, സാക്കിനായ നൂനിനെ വെളിവാക്കി ഓതണം. മനസ്സിലാക്കുക. സാക്കിനായ നൂനിനെ വെളിവാക്കി ഓതണം. സാക്കിനായ നൂന് സുക്കൂനുള്ള നൂന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നൂനിനെ എന്ന് എഴുതിയാലും മതി. മനസ്സിലാക്കുക. അടുത്തതാ ബി അക്വാബിം വഅബാരിക് എന്നതിലെ തൻവീനിനെ ഡാഷ് ചെയ്ത് ഓതണം. തൻവീന് ശേഷം വാവ്. ഇദ്ആമും ബ്യൂന്ന ചെയ്ത് ഓതണം. മനസ്സിലാക്കുക. അതുപോലെ ചോദ്യങ്ങൾ ഈ പദങ്ങളൊക്കെ മാറ്റി തരുള്ളൂ. ചോദ്യമൊക്കെ അതുപോലെ തന്നെയാണ് വരിക. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അല്ലാഹു തആലയുടെ കലാമാണ് എന്താണ്? ഖുർആൻ. ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. അടുത്തത് സജദയുടെ ആയത്ത് ഓതിയാൽ എന്ത് ചെയ്യണം? സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം. ആദാബു തിലാവ. ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതെന്നാണ് വന്നത്. അടുത്തതാ ഷദ്ദുള്ളപ്പോൾ ഉന്നത്ത് ചെയ്യേണ്ട രണ്ടക്ഷരങ്ങൾ മീമ് നൂന്. അപ്പം അത് മീമും നൂനും എഴുതിയാൽ മതി. അടുത്തതാ സലാമുൻ ഹിയ എന്നതിലെ തൻവീനിൻ്റെ വിധി എന്ത്? തൻവീന് ശേഷം ഹ വന്നു. അപ്പം എന്താണ്? ഇൽഹാർ. തൻവീനിൻ്റെ വിധി ഇൽഹാറാണ്. ഫമയ്യാമൽ എന്നതിലെ സാക്കിനായ നൂനിൻ്റെ വിധി നൂനിന് ശേഷം യാ. ഇദ്ആമും ബ്യൂന്നയാണ്. സാക്കിനായ നൂനിൻ്റെ വിധി ഇദ്ആമും ബ്യൂന്നയാണ്. അടുത്തതാ ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം ഏതാണ്? ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ 2 എഴുതുക. ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ പാഠഭാഗത്തിൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. മിസ്വാക്ക് ചെയ്യുക, കിബിലക്ക് മുന്നിട്ടിരിക്കുക, ഉളൂ ചെയ്യുക,
ഖുർആൻ ഉയരമുള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ തുടക്കത്തിൽ ഔദു ബിസ്മി എന്നിവ ചൊല്ലുക. വസ്ത്രവും സ്ഥലവും വൃത്തിയുള്ളതായിരിക്കുക. ഭക്തിയോടെ സാവധാനം ഓതുക. സജദയുടെ ആയത്തോതിയ സുജൂദ് ചെയ്യുക. സംസാരം ഉപേക്ഷിക്കുക. അങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അതിന്ന് 2 എഴുതാനാണ്. അടുത്തത് ഹൽക്കിൻ്റെ ഹർഫുകൾ ഏതെല്ലാം? ഹൽക്കിൻ്റെ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ ഇൽഹാറിൻ്റെ ഹർഫുകൾ തന്നെയാണ്. ഹംസ, ഹ, ഐന്, ഒയ്ന്, ഹ, ഹ. ഹൽക്കിൻ്റെ ഹർഫുകൾ തന്നെയാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ. മനസ്സിലാക്കുക. ഇനിയാ ഇദ്ഗാം എന്നാൽ എന്ത്? ഇദ്ഗാം എന്നാൽ എന്താണ്? ഒരക്ഷരത്തെ അതിനുശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ്ദുള്ള അക്ഷരമായി ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. ഇദ്ഗാം എന്നാൽ ഒരക്ഷരത്തെ അതിനുശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ്ദുള്ള ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. നിങ്ങളെ 9ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇദ്ഗാമും ബിഗുന്ന എന്നാൽ എന്തെന്ന് വെച്ചാലോ, സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം വാവ് മീമ് നൂന് ഈ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനെയും ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. ഇതിനാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിക്കുക. ഇനി എന്താണ് തൻവീൻ? എന്താണ് തൻവീന്? 8ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. എന്താണ്? എഴുത്തിലില്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീന്. എഴുത്തിൽ ഇല്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. 8ാമത്തെ പാഠത്തിൽ നമുക്ക് പറയുന്നുണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും എക്സാമിന് ഇനി പഠിക്കുന്നവരൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാ സൗബത്തൻ നസൂഹ എന്നതിലെ തൻവീനെ ഇദ്ഗാമും ബിഗുന്ന ചെയ്യണം. കാരണം എന്താണ്? തൻവീന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായ നൂന് വന്നു. അപ്പോൾ തൻവീനിനെ ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. അപ്പോൾ അതാണ് ഇദ്ഗാം ബിഗുന്ന ചെയ്യാൻ കാരണം. തൻവീന് ശേഷം ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരമായ നൂന് വന്നു. അതിനാലാണ് അവിടെ ഇദ്ഗാം ബിഗുന്ന ചെയ്തത്. അങ്ങനെ എഴുതിയാൽ മതി. അതുപോലെ സാക്കിനായ നൂനിൻ്റെത് വരാം. അതിൻ്റെ ശേഷം വന്ന അക്ഷരം ഏതാ നോക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. വെളിവാക്കി ഓതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ എഴുതാൻ കഴിയണം. അടുത്തതാ തജ്വീദ് എന്നാൽ എന്ത്? തജ്വീദ് എന്നാൽ എന്താണ്? ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. പിന്നെ മിൻ ഹൈസു എന്നതിലെ നൂനിനെ ഇൽഹാർ ചെയ്ത് ഓതണം. കാരണം എന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നൂനിന് ശേഷം ഹ വന്നു. അപ്പോൾ എന്ത് ചെയ്താ? നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നു. അതുകൊണ്ടാണ് അവിടെ ഇൽഹാർ ചെയ്ത് ഓതിയത്. അങ്ങനെ എഴുതാം. ഇനിയാ തജ്വീദ് നിയമങ്ങളിൽ 5 എഴുതുക. തജ്വീദ് നിയമങ്ങൾ 1ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. അക്ഷരങ്ങളുടെ മഹ്റജുകൾ, സിഫത്തുകൾ, നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ, തഫീമ്, തർക്കീക്ക് എന്നിവ തജ്വീദ് നിയമങ്ങളാണ്. അതിൽ നിന്ന് 5 എഴുതുക. തഫീമ്, തർക്കീക്ക്, മഹ്റജുകൾ, സിഫത്തുകൾ, പിന്നെ നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങൾ, പിന്നെന്താ ചെയ്താ ഉന്നത്ത്. ഇതൊക്കെ തജ്വീദ് നിയമങ്ങളാണ്. അപ്പം അങ്ങനെ 5 എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഈ തജ്വീദുൽ ഖുർആൻ 2024 ഹാഫ് ഇയർലി എക്സാമിന് ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇദ്ഗാം, പിന്നെ ഇദ്ഗാം ബിഗുന്നയും ഇൽഹാറുമാണ് ഈ ഫസ്റ്റ് പാർട്ട് പറയുന്നത്. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ 5 ഇദ്ഗാം, ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്. ഇദ്ഗാം തന്നെ ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, അങ്ങനെ 5 അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. 2 ബാക്കി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. പിന്നെ 1ാമത്തെ പാഠമായ ഖുർആൻ എന്നതിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കുക. അതുപോലെ ഖുർആൻ പാരായണത്തിൻ്റെ അദബുകൾ പാലിച്ച് ഓതിയാൽ എന്താണ് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അദബുകൾ പാലിച്ച് ഓതണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക്
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.